നമസ്കാരം. ഞാൻ ഇന്ന് എടുത്തൊരു ട്രേഡാണ് AUD ക്യാഡിൽ ഹയർ ടൈം ഫ്രെയിം വെച്ച് 3 മന്തിന്ന് താഴോട്ട് അതായത് 3 മന്ത് ബുള്ളിഷ്. അവിടുന്ന് 3 മന്തിന്ന് 1 മന്തിൽ എനിക്ക് ആയി വരണം. 1 മന്ത് വീക്ക്ലി ഓർഡർ ബുക്ക്, അവിടുന്ന് ഡെയിലി ഓർഡർ ബുക്ക്. ഡെയിലി ഓർഡർ ബുക്കിൽ 50% എടുത്താലേ നല്ലൊരു ഡീസൻറ്റ് റിസ്ക് റിവാർഡ് കിട്ടും. ഇവിടെ 1:4 അല്ലെങ്കിൽ നമുക്ക് 50% അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ ഇവിടം വരെ ആയാലും 1:1 ഇവിടെയൊക്കെ 1:2 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേ സ്ഥാനത്ത് എനിക്ക് 1:4 കിട്ടും. ചിലപ്പോഴൊക്കെ ട്രേഡ് മിസ്സാവും, അത് കുഴപ്പമില്ല, അത് പിന്നെ ശീലമായിക്കോളൂ. അപ്പോൾ ഈ ട്രേഡ് സാധാരണ ഒരു 2 വീക്കൊക്കെ ഹോൾഡ് ചെയ്യും. 2 വീക്കൊക്കെ എടുക്കുമായിരിക്കും വരെ. നോക്കാം. വേറെ പേരൊക്കെ നോക്കുവാണെങ്കിൽ അതിനകത്ത് ട്രേഡ് വേണ്ട. ഇവിടെ വന്ന ട്രേഡ് ഉണ്ടായിരുന്നു, അത് വന്നില്ല. ഇതിവിടെ വന്ന ട്രേഡ് ഉണ്ട്, ട്രേഡ് വേറെ ഇല്ല. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത ട്രേഡ് നല്ല ട്രേഡായിരുന്നു. വേറെ ട്രേഡ് ഇല്ല. ഇത് വന്നില്ലായിരുന്നു, 50% വന്നില്ല. അതില്ല. ട്രേഡ് അത് നല്ല ട്രേഡായിരുന്നു, പക്ഷെ ട്രേഡ് എടുത്തില്ല. പിന്നെ അങ്ങനെ ട്രേഡ് ഇല്ല. നല്ല ട്രേഡായിരുന്നു. ട്രേഡില്ല. ഓക്കെ, ഇത് മാത്രമേ നോക്കാം. SL പ്രോഫിറ്റ് വരുമെന്ന്. പിന്നെ വേറെ പേര് BTC. ഇത് ഞാൻ ചുമ്മാ മാർക്ക് വെച്ചേക്കുന്നത്. നോക്കാം. ഇത് നല്ല ട്രേഡായിരുന്നു. ഇതും മിസ്സായിപ്പോയി, പക്ഷേ ട്രേഡ് മിസ്സായിപ്പോയി. ഓക്കെ, ഈ ഒരു ട്രേഡുകൾ നോക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പോഴേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. ഇന്നലെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. ഞാൻ വിചാരിച്ചത് ആ ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് രാവിലെ എഴുന്നേറ്റപ്പോൾ അതാ ഫുള്ള് താഴെ പോയി. നോക്കാം, പക്ഷെ ഇപ്പോഴെനിക്ക് വിശ്വാസമുണ്ട്, ഇപ്പോഴെനിക്കൊരു ഇതുണ്ട് പോകുമെന്നുള്ളത്. കാരണം ഈ DXY ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും എന്നാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇപ്പോഴും വാലിഡാണ്, ട്രേഡ് റോങ്ങൊന്നുമില്ല. ജസ്റ്റ് ഫുൾ ബാക്ക് പോയതായിരിക്കാം, 4 ഹവറിലേക്ക് ഫുൾ ബാക്ക് പോയതായിരിക്കാം. നോക്കാം. വേറെ മാർക്കറ്റൊക്കെ നോക്കുവാണെങ്കിൽ ഇത് മറ്റേ SL അടിച്ച് ഇത് SL അടിക്കും. അതാ പിന്നെ ചിലപ്പം പ്രോബിലിറ്റി ആണ്, പറയാൻ പറ്റത്തില്ല. വേറെ മാർക്കറ്റ് ഇല്ല, വേറെ ഒന്നുമില്ല. ഇവിടെ വന്നാൽ നോക്കും നമ്മുടെ ട്രേഡ്.
പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ ട്രേഡ് ഞാൻ ഇവിടെയാണ് ടാർഗറ്റ് ചെയ്തത്, പക്ഷെ അത് അവിടെ വന്നിട്ടില്ല. പക്ഷെ ഞാൻ ട്രേഡ് ഇവിടെ കട്ട് ചെയ്തു. കാരണം നമ്മളൊരിക്കലും നമ്മളെ 90% പ്രോഫിറ്റ് ഒരിക്കലും 10% വേണ്ടി കളയാൻ നിൽക്കില്ല. ഇവിടെ വന്നപ്പോൾ എനിക്കത് എന്തുവാ വന്നപ്പം ട്രേഡ് സ്ലോ ആവുന്ന പോലെ തോന്നി, അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് അവിടെ വെച്ച്. നമ്മളൊരിക്കലും നമ്മുടെ 90% പ്രോഫിറ്റ് ഒരിക്കലും ഒരു 10% അല്ലെങ്കിൽ 5% പ്രോഫിറ്റിന് വേണ്ടി ഒരിക്കലും കളയാൻ നിൽക്കരുത്. അത് കട്ട് ചെയ്ത് മാറുക. വേറെ ട്രേഡ് ഇല്ല 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 വേറെ ഇല്ല. ഓക്കെ, ഇതേ ഉള്ളൂ. ഇത് നമുക്ക് നോക്കാം. ഇത് വരും നോക്കാം, അല്ലെങ്കിൽ ലോസ് എടുക്കാം. അതിപ്പോൾ എന്താ, ഇത് ചിലപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. ഈ ഒരു ലോ വെച്ച് ഈ ട്രേഡ് ഇവിടെ വരെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ലോയിലും കട്ട് ചെയ്യും. അത് അവിടെ നിന്ന് പിന്നെ അത് വാലിഡ് എല്ലാം തോന്നും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ ലോയിലേക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വഴി 50 ലോസ് ഫുൾ എടുക്കാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്യും. അത് ആ ഒരു സിറ്റുവേഷൻ എൻ്റെ മൈൻഡ് അനുസരിച്ച് ഞാൻ കട്ട് ചെയ്യും, അല്ലെങ്കിൽ റൈഡ് ചെയ്യും. ഫുൾ ലോസ് റൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. XYയിൽ ഞാൻ നോക്കിയതാ, ഈ ഒരു ഹൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, താഴേക്ക് വരുമെന്നാണൊരു വിശ്വാസം. നോക്കാം. കയറി നോക്കാം. പക്ഷെ ഇന്നലെ ഞാൻ വിചാരിച്ചത് SL അടിക്കുമെന്ന്, പക്ഷെ തിരിച്ചു കയറി. അപ്പോൾ നോക്കാം. ഇങ്ങനെ ക്യാൻഡില് വന്നതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് പോകുമെന്ന്. ഇവിടം വരെങ്കിലും പോകുമായിരിക്കും. നോക്കാം, പക്ഷെ അറിയത്തില്ല. കാരണം നമുക്ക് ഇവിടെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഇറ്റിന്ന് റിവേഴ്സ് ആവാം, പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും അങ്ങനെ കൺഫേം അല്ല ഇത് SL അടിക്കുമോ പ്രോഫിറ്റ് പോകുമെന്ന്. വെയിറ്റ് ചെയ്യാനേ പറ്റൂ. ഇപ്പൊ എത്രാം ദിവസമാണെന്നറിയോ? 1, 2, 3, 4ാമത്തെ ദിവസം പോയി ട്രേഡ് കൊണ്ടിരിക്കുന്നത്. വീക്കിലി നമുക്ക് വേണമെങ്കിൽ വീക്കിലി ബുള്ളിഷായി, എന്നാലും തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റത്തില്ല. വേറെ മാർക്കറ്റ് DXY നോക്കുകയാണെങ്കിൽ DXY ഇതുവരെയും ഈ ലോ വന്നിട്ടില്ല. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയും ചെയ്തു. ഈ ഗ്യാപ്പ് DXY ഫില്ല് ചെയ്തു. ഇനി ഇതേ ഉള്ളു, ഇനി ഇങ്ങോട്ട് താഴോട്ടേ ഞാൻ നോക്കുന്നത്. കട്ടി എടുത്ത് താഴെ വരുമായിരിക്കാം.
ഈ ട്രേഡ് മറ്റേ ട്രേഡ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ട്രേഡ് എന്തായാലും താഴോട്ട് വരും. കാരണം ഇവിടെ ഒരു ഗ്യാപ്പില്ല, നോ ഗ്യാപ്പ് ക്യാൻഡിലുണ്ട്. ഈ ക്യാൻഡിലിന് ഗ്യാപ്പില്ല. കാരണം ഇങ്ങനത്തെ ക്യാൻഡിൽ വരുമ്പോൾ ആണ് ഈ ക്യാൻഡിലിൻ്റെ ലോയും ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണും ലോയും ഒന്നാ. നോക്കിയാൽ മതി, ഈ ക്യാൻഡിലുണ്ട് ഓപ്പണും ലോയും ഒന്നാ. അങ്ങനത്തെ ഇത് അങ്ങനത്തെ എന്തെങ്കിലും ക്യാൻഡിൽ വരുവാണെങ്കിൽ അവിടേക്ക് മാർക്കറ്റ് തിരിച്ചു വരും. മോസ്റ്റ് ഓഫ് ടൈം തിരിച്ചു വരും. അതിപ്പം വേറെ നോക്കുവാണെങ്കിൽ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ ഈ ക്യാൻഡിലുണ്ടാവും ഓപ്പൺ ഹൈ വന്ന അവിടെ തിരിച്ചു വന്നു. സം പോയിന്റ് ആണ് ഈ ഗ്യാപ്പാണ്, ഈ ക്യാൻഡിലുണ്ടാവും ഓപ്പണും ഹൈ വന്ന അവിടെ മാർക്കറ്റ് തിരിച്ചു വന്നു. അത് അവിടെ കറക്റ്റ് അവിടെ തിരിച്ചു വന്ന് മാർക്കറ്റ് പോയി. അതുപോലെ അവിടെ ഈ ക്യാൻഡിലുണ്ടാവും ഓപ്പണും ലോയും വന്ന ക്യാൻഡില് അടുത്തൊരു ക്യാൻഡില് അതിൻ്റെ ലോ എടുത്ത് തിരിച്ചു പോയി. അതുപോലെ വേറെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പണും ലോയും വന്ന കണ്ടോ മാർക്കറ്റ് വന്നു തിരിച്ചതേ തന്നെ എടുത്തു. കുറെ ഉണ്ട്, അത് തന്നെ DXYയിലും ഉണ്ട്. DXYയിലും ഇതാണ് ഈ ക്യാൻഡിൽ ഓപ്പണും ലോയും വന്ന. അത് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതിങ്ങനെ നിൽക്കാണ്ട് വന്നില്ല. വരുമോ നോക്കാം. പിന്നെ അതുപോലെ ഈ ക്യാൻഡിൽ കണ്ടോ ഓപ്പണും അല്ല, അതൊന്നല്ല, ഓപ്പണും അല്ല ക്ലോസും ലോയും ക്ലോസും ഒന്നാണ് ഈ ക്യാൻഡിൽ ഉണ്ടാവും. ലോയും ക്ലോസും ഒരേ പ്രൈസിലാണ്. കണ്ട മാർക്കറ്റ് തിരിച്ചു വന്നുണ്ട്, ആ തിരിച്ച് മിറ്റിഗേറ്റ് ചെയ്ത് റിവേഴ്സ് ആവുന്നു. അതുപോലെ അതിന് കുറേ എക്സാമ്പിൾ ഉണ്ട്, കുറേ കണ്ട ഓപ്പണും ഹൈ വന്ന കണ്ടോ, ഓപ്പൺ ചെയ്തതും ഹൈ വന്ന മാർക്കറ്റ് വന്നു തിരിച്ചതി വന്നു. അത് അന്നേരം ചിലപ്പോഴൊന്നും അന്നേരം വരത്തില്ല, പക്ഷെ വരും, എന്തായാലും വരും. തിരിച്ചവിടെ തന്നെ വരും അത് മാർക്കറ്റ്. ഇത് കണ്ടോ ഈ ക്യാൻഡിൽ അതുണ്ടോ ഓപ്പണും ഹൈ വന്ന മാർക്കറ്റ് അവിടെ തന്നെ കൃത്യമായിട്ട് വന്നു. അത് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഉപയോഗിക്കാം. നമുക്ക് ടാർഗറ്റിന് വേണ്ടി ഉപയോഗിക്കാം, നമുക്കൊരു മാർക്കറ്റ് ഡയറക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഷോർട്ട് ടൈം ഡയറക്ഷൻ എങ്ങോട്ട് മാർക്കറ്റ് പോകും എന്നൊരു കൺഫർമേഷൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. മാർക്കറ്റൊക്കെ വേറെ മാർക്കറ്റിലൊന്നും ട്രേഡ് ഇല്ല. വേറെ ട്രേഡ് അങ്ങനെ വന്നിട്ടില്ല. അത് വീക്കിലി ബേസ് എടുക്കുന്നത്, വീക്കിലി ഓർഡർ ബ്ലോക്ക്. അപ്പം ട്രേഡ് ഫോം ആവാൻ ഒരു സമയമെടുക്കും, പക്ഷെ നല്ല ട്രേഡും ആയിരിക്കും. ഫോം ആയാൽ അത്യാവശ്യം നല്ല ട്രേഡായിരിക്കും. പിന്നെ വിക്കൗട്ട് വരും, അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ ട്രേഡ് പോയിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷനിൽ പോയിട്ടുകൊണ്ട് ആണ് ഈ ട്രേഡ് അവിടെ വിക്ക് ചെയ്ത് തിരിച്ച് എൻ്റെ ഡയറക്ഷൻ തന്നെ പോയി. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ട്രേഡൊന്നും ഇല്ല. ഒരു മാർക്കറ്റിലും ട്രേഡില്ല.
ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. വേറെ ഒന്നുമില്ല. വേറെ വിക്ക് അടിച്ചു. വിക്ക് വന്നു. ഇച്ചിവിടെ ഹൈലി ഇട്ടായിരുന്നെങ്കിൽ അത് ബസ് അടിക്കില്ലായിരുന്നു. പക്ഷെ ഇത്ര ഹൈ ഇട്ടാൽ പിന്നെ റിസ്ക് റിവാർഡ് ആവത്തില്ല. അത് കറക്റ്റായിട്ട് വിക്ക് അടിച്ചു. പോയി തിരിച്ചു പോയി. ഇത് അവിടുന്ന് റീ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ റീ എൻട്രി എടുത്താലും അത് സെയിം ട്രേഡ് തന്നെ. അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വിചാരിച്ച. പിന്നെ ഇതേ സ്ട്രാറ്റജി തന്നെ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ഇതേ സ്ട്രാറ്റജി. ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഓപ്ഷൻ സെല്ലാണ്. ഓപ്ഷൻ സെല്ലിലോട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ബൈ ഒന്നും ഞാൻ ചെയ്ത് ബൈ ഒന്നും അത്ര താല്പര്യമില്ല. ഓപ്ഷൻ സെല്ലാകുമ്പം നല്ല അത്യാവശ്യം ഒരു ഡീസൻ്റ് എമൗണ്ട് നമുക്ക് കിട്ടും, ഹൈ റിസ്ക് ഇല്ലാതെ. ആൻഡ് ഇത് SBIയിൽ ഇത് ഞാൻ എൻ്റെ ഇത് ആദ്യം ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി തന്നെ ഉപയോഗിച്ചെടുത്തത്. അതുപോലെ ഇതിനകത്ത് നിഫ്റ്റി അത് ഞാൻ ഓപ്ഷൻ ചെയ്ത ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഓപ്ഷൻ സെല്ലിങ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. വേറെ പിന്നെ ഇത് HDFC അത് ആ ട്രേഡ് മന്ത്ലി ഓർഡർ ബുക്കിൽ വന്നു. 3 മന്തിൽ വന്നു. അവിടുന്ന് മന്ത്ലി വന്നു. അവിടുന്ന് വീക്കിലിയിൽ പ്രശ്നം, വീക്കിലി ഒരു ഫ്രഷ് ഓർഡർ ബ്ലോക്കില്ല. അതുകൊണ്ട് വീക്കിലിയിൽ റിയാക്ഷൻ തന്ന അവിടുന്ന് ഡെയിലിയിൽ 50% 1:4. ടെസ്റ്റ് ചെയ്യില്ല. ഇത് എത്താറായി. എത്താറായി ഹിന്ദുസ്ഥാനിൽ. ഇനി നമുക്ക് ഓർഡർ ബ്ലോക്ക് സെലക്ഷനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ എല്ലാവരും മിക്കുള്ള ഇത് സെലക്ട് ചെയ്യും, ഇത് ഈ ഓർഡർ ബ്ലോക്ക്. പക്ഷെ തെറ്റാ, അങ്ങനെ ഇതല്ല സെലക്ട് ചെയ്യേണ്ടത്, ഇതാ. കാരണം ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ ബിഫോർ സെല്ല, ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ. ഇത് ലാസ്റ്റ് അല്ല, ഇതാണ് ലാസ്റ്റ്. ഇത് ലാസ്റ്റ് ക്യാൻഡിൽ അല്ല വരുന്നത്, ഇതാണ് ലാസ്റ്റ് ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് സെല്ലുണ്ടായത്. വലിയ ഇൻട്രസ്റ്റിംഗ് ക്യാൻഡിൽ ഉണ്ടായി. പിന്നെ അവിടുന്ന് ഫോളോ ത്രൂ ചെയ്ത് ഈ ക്യാൻഡിലാണ് എടുക്കേണ്ടത്. ഈ ക്യാൻഡിൽ എടുത്ത് നമുക്ക് എസ് എൽ അടിക്കത്തുള്ളൂ. അത് വെറും ലിക്വിഡിറ്റി ആയി പോകത്തുള്ളൂ. ഇതിപ്പോൾ ഉണ്ടോ, ലിക്വിഡിറ്റി ആയി പോയതേ ഉള്ളൂ. ഈ ക്യാൻഡിലായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ആ ക്യാൻഡിൽ സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചുമ്മാ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് US സ്റ്റോക്ക്, ഗോൾഡ്. ബിറ്റ്കോയിൻ്റെ ട്രേഡ് ഞാൻ ചുമ്മാ മാർക്ക് വെച്ചിട്ട് ട്രേഡ് എടുത്തിട്ടില്ല. ചുമ്മാ മാർക്ക് വെച്ചാണ്ട് ഈ ക്യാൻഡിൽ ഉണ്ടോ, ഓപ്പണും ലോയും ആണോ, ഓപ്പണും അല്ല, ഇതൊന്നല്ല വിൽക്കണ്ട്. നോക്കാം. ഓയിലി ട്രേഡ് ഇത് ഞാൻ എടുത്തിട്ടില്ല. ഇത് ഞാൻ ചുമ്മാ മാർക്ക് ചെയ്ത് വെച്ചിരുന്നേ ഉള്ളൂ. ട്രേഡ് ഞാൻ എടുത്തില്ല. അത് എടുക്കാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വന്ന് എനിക്കിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണമായിരുന്നു. ഇതിനകത്ത് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുക്കാറില്ല അങ്ങനെ. ബാക്കി എല്ലാം ഉണ്ടാകും, കാർവാലി ഗ്യാപ്പ് ഉണ്ടാകുന്ന എല്ലാം ഉണ്ടാകും. പക്ഷെ വേണ്ട. പിന്നെ സിൽവർ
ഗോൾഡ് നോക്കാം. ഇത് ആൾ ടൈം അടിക്കുമല്ലോ ഞാൻ തോന്നുന്നു. നല്ല ഓപ്പൺ ലോയി ഒന്നും അല്ല, അത് വ്യത്യാസമുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ ട്രേഡ് നോക്കാം. എത്ര ദിവസം പിടിക്കുമെന്ന് അറിയത്തില്ല. SL വരുമെന്നും അറിയത്തില്ല. SL വന്നാൽ ചിലപ്പോൾ ഞാൻ ഇനി ബ്രേക്ക് ചെയ്യില്ലേ എടുക്കത്തുള്ളൂ. ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ഫുൾ ലോസ് കൊടുക്കാൻ നോക്കത്തില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഞാൻ ഇവിടം വരെ എത്തി. 2 ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് നോക്കാനൊന്നും പറ്റില്ല ട്രേഡ്. കാരണം ഈ വീക്ക് മൺഡേ കണ്ടോ നോ ഗ്യാപ്പ് ചാനൽ ഉണ്ടാക്കി. നോ ഗ്യാപ്പ് ചാനൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ച് മുകളിൽ പോയിട്ട് തിരിച്ചു വരും. പക്ഷേ ഈ വീക്ക് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ ഫെയർ വാലി ഗ്യാപ്പ് ഉണ്ടാക്കി. ഞാൻ ഈ ഫെയർ വാലി ഗ്യാപ്പിൽ ഈ ഒരു ക്യാൻഡിൽ ബോഡി മേളിൽ നിൽക്കുന്നുണ്ട്. അന്നേരം ഇന്നത്തെ ദിവസം ഇതിങ്ങനെ വന്നപ്പം ഞാനിവിടെ ട്രേഡ് ആഡ് ചെയ്തു, പൊസിഷനോട് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതൊരു 1:6 കിട്ടുന്ന പൊസിഷൻ. ഞാൻ ഇവിടെ ടാർഗറ്റ് മാറ്റി ഇവിടെ ആക്കി. ഈ ഒരു ഓർഡർ ബുക്ക് ബേസ് ചെയ്താണ് എടുത്തത്. ഇവിടെ മഴ വരില്ല എന്നൊരു വിശ്വാസം. അതുകൊണ്ട് ഞാനിവിടെ ട്രേഡ് ആഡ് ചെയ്തു. ഇപ്പോൾ നോക്കാം. തോന്നി ക്യാൻഡിൽ ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത മുകളിലേക്ക് പോകും. അത് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ലിക്വിഡിറ്റി എടുക്കുമായിരിക്കും. കാരണം ഈ ഒരു ഓർഡർ ബുക്ക് എടുത്ത് പോകണമെങ്കിൽ പോലും ഈ ഒരു ലിക്വിഡിറ്റി എടുക്കും. ഇവിടുന്ന് എടുത്ത് പോകണം, ഈ മാർക്കറ്റ് ഇവിടുന്ന് പോകണമെങ്കിൽ പോലും ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും പോകുന്നത് എന്നൊരു വിശ്വാസം. നോക്കാം, വെയിറ്റ് ചെയ്യാം. വീക്കിലി ഇപ്പോഴും ബുള്ളിഷ് നിൽക്കുക. നോക്കാം. പിന്നെ ഇന്നൊരു ഇതുണ്ട്. ഇന്ന് CPI ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. വേറെ DXY മൺഡേ വന്ന ഒന്നുകൂടെ ലിക്വിഡിറ്റി എടുത്ത് പോകുമായിരിക്കാം. നോക്കാം. വേറെ ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ മാർക്ക് ചെയ്തിട്ട്, പക്ഷെ ഇത് തിരിച്ച് വന്ന് 50% വന്നില്ല. 5 എടുക്കും. വേറെ മാർക്കറ്റ് ട്രേഡൊന്നും ഇല്ല. നോക്കിയത് ഇവിടെ ഒന്നുണ്ടായിരുന്നു, പക്ഷെ അത് വന്നിട്ടില്ല. മാർക്കറ്റ് ട്രേഡില്ല. മാർക്കറ്റിൽ ട്രേഡൊന്നും ഇല്ല. വേറെ മാർക്കറ്റിൽ ട്രേഡൊന്നുമില്ല. പിന്നെ ഞാനാണെങ്കിൽ ഓയിലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ ഓയില് ഇവിടെ എത്താതെ ഞാൻ ഇത് ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബോഡി കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ എടുത്താണ്. അതുകൊണ്ട്
അത് കുഴപ്പമൊന്നുമില്ല. ട്രേഡ് ഞാൻ ചുമ്മാ മാർക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, ഞാൻ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ആകെ ഇപ്പോൾ ഉള്ള ട്രേഡ് ചെയ്താൽ ഈ ഒരു ട്രേഡും നീ ആഡ് ചെയ്തിട്ട് ലോസ് അടിക്കുകയാണെങ്കിൽ 50 ലോസ് ലോസ് അടിക്കുകയാണെങ്കിൽ 8 ലോസ് വരും. 1-6 ലോസ് മാത്രമേ എനിക്ക് വരുത്തുള്ളൂ. അത് കുഴപ്പമില്ല. നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ദിവസം എന്തായാലും ക്ലോസ് ചെയ്യാൻ നോക്കണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആ ട്രേഡ് പ്രോഫിറ്റ് വന്നു. ആ ട്രേഡ് ഞാൻ ഇവിടെ വരെയാണ് ടാർഗറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എനിക്ക് ഇവിടുന്ന് റീട്രേസ്മെന്റ് പോകുമെന്ന് എനിക്ക് തോന്നി. കാരണം തോന്നിയെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ വന്നു, ഇവിടെ വന്നപ്പം മാർക്കറ്റ് മൊമെന്റം സ്ലോ ആവുന്ന തോന്നി എനിക്ക്. പിന്നെ ഇവിടെ ഒരു നോ ഗ്യാപ്പ് ക്യാൻഡിൽ കണ്ടു. അതുപോലെ ഇത് വന്നത് ഏഷ്യ സെക്ഷനിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇവിടുന്ന് റീട്രേസ്മെന്റ് പോകുമെന്ന് എനിക്ക് തോന്നി. ഇവിടെ വരത്തില്ല, ഇവിടുന്ന് റീട്രേസ്മെന്റ് പോകുമെന്ന് എനിക്ക് തോന്നി. കാരണം ഏഷ്യൻ സെക്ഷനിൽ മൂവ് തന്നുകൊണ്ട് ന്യൂയോർക്ക് സെക്ഷൻ തിരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. കാരണം എനിക്ക് ഈ ട്രേഡ് ഇത് 1:3, പിന്നെ ഈ ആഡ് ചെയ്തത് ഒരു 1:1 ആണ്. ആഡ് ചെയ്തത് 1:1 അപ്പോൾ 1:4 മേളിൽ എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മതി. ഞാൻ ഇവിടെ വരെ ടാർഗറ്റ് ചെയ്തു, പക്ഷേ ഇവിടെ വരെ വരത്തില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഈ ട്രേഡ് പോയപ്പോൾ ഞാൻ ഇവിടെ ബ്രേക്ക് ഈവൻ ഇട്ടു. പിന്നെ ഇത് വന്നാൽ ഫുള്ള് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ കട്ട് ചെയ്ത് മാറ്റി. 1:4 കിട്ടിയല്ലോ, ഇനി എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അപ്ഡേറ്റ് തരാൻ ഞാൻ വൈകിപ്പോയി. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, കുറച്ചാൾ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു. വേറെ 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. മാർക്കറ്റ് അപ്ഡേറ്റും അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. അപ്പം ഈ ട്രേഡ് അത്രയേ ഉള്ളൂ. ഇതിങ്ങ് തിരിച്ച് പോവുമെന്ന് ചോദിച്ചാൽ ചിലപ്പം ഇവിടുന്ന് പോവാം. കാരണം ഇതൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നു, നല്ലൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നു. തിരിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി. തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്, നമുക്കറിയില്ല, നോക്കാം എന്തായാലും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ അടുത്തൊരു ട്രേഡ് ഉണ്ട്. ആ ട്രേഡ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഈ വീഡിയോ ഇടാൻ താമസിച്ചു ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.